ആദ്യം തന്നെ ഒരു ചായയിലങ്ങ് തുടങ്ങാം. പിന്നെ എല്ലാവരോടും ഒന്ന് ചോദിക്കുന്ന നിങ്ങളുടെയൊക്കെ ബറാത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, നമ്മളെ വീട്ടിൽ ഗോതമ്പിൻ്റെ പായസമാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഈ കണ്ണൂർ സ്റ്റൈലാന്ന് വെച്ചാൽ നമ്മൾ ഈ ബറാത്തിന് കായ്ക്കറി അതൊരു പായസമുണ്ട്, അതാണ് മെയിനായിട്ട് ആക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഗോതമ്പ് ആക്കും. മെയിനായിട്ട് എന്താ ഒരു മധുരമാക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ ഉമ്മ ഇടുന്ന ഗോതമ്പിൻ്റെ പായസം ആക്കുന്നുണ്ട്. അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എല്ലാവരും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിനി. അങ്ങനെ അതെല്ലാം കഴിച്ച് നേരെ ഉപ്പാൻ്റെ ഉമ്മാക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിനി. അങ്ങനെ ഞാനും ഉക്കാക്കിയും പോയിട്ടുണ്ടായിനി. അങ്ങനെ ആടുന്ന എന്താക്കിയും ജ്യൂസും കൂടി കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പോഴേക്ക് വീട്ടിൽ ബിരിയാണീൻ്റെ റൈസ് ആക്കിയിട്ടുണ്ടായിന്, മസാല അടുപ്പത്തുണ്ടായിന്. പിന്നെ എന്താ പറയുക, ചിക്കനൊന്ന് ഫ്രൈ ആക്കാനുണ്ട്. പിന്നെ കക്കിരി ഉണ്ടായിന്, അതൊന്ന് ഞാനൊന്ന് കട്ടാക്കിയിട്ട് ഒന്ന് കച്ചമ്പ്രാക്കല. പിന്നെ പപ്പക്കായ ഉണ്ടായിട്ടുണ്ടായിന്. പപ്പക്കായ വെച്ചാൽ കർമൂസ്, ഞാൻ പപ്പക്കായ എന്ന് പറയും. അങ്ങനെ പപ്പക്കായ ഒന്ന് കട്ടാക്കി എടുക്കണം. പിന്നെ കുറച്ച് തൈരുണ്ട്, അതും ഒന്ന് സെർവ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ കക്കിരി എന്തൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് അതിലേക്ക് ഉപ്പും എന്താ പറയുക പുളിനാരങ്ങൊക്കെ പീനിട്ട് അതവിടെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ച്, അത് കഴിഞ്ഞിട്ട് പപ്പക്കായ എടുത്ത് ഒന്ന് കട്ടാക്കിയിട്ട് അതും അവിടെ സെറ്റാക്കിയിട്ട് വെച്ച്, തൈരും ഒക്കെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടാ. പിന്നെ ഒന്ന് നിങ്ങളുടെ വീട്ടിലും എന്താ പറയുക ബറാത്തിന് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കാരണം ഒരു ബറാത്ത് ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ ബിരിയാണിയും എന്താ പറയുക കുറച്ച് പായസവും കുറച്ച് മധുരവും ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാഹ് റമളാൻ നോമ്പൊക്കെ വരാമ്പോഴൊക്കെ എല്ലാം നല്ലതിലേക്ക് നടക്കട്ടെ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി. ഇനി നമ്മളെന്താക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കല. നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ വീട്ടിലും ബറാത്ത് ഇങ്ങനെയാണോ, എന്താ പറയുക ഒരു സ്പെഷ്യലായിട്ട് കാണിക്കാറുണ്ടോ? എല്ലാം നിങ്ങളും ഇതുപോലെ സ്പെഷ്യൽ റെസിപ്പിയോ അല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കാറുണ്ടോ, പായസം വെക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു പീസ് എന്താ പപ്പക്കായും കൂടി കഴിച്ച് ഫിനിഷായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.